എടാ മൈക്കി ഡാ എണീക്കടാ നീ. എന്തുവാണ് എടാ, നിനക്കല്ലടാ ജോലിക്ക് പോണ്ടേ? അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ പോയി ഒരുങ്ങട്ടെ. എനിക്കും ജോലിക്ക് പോണം, നീ വേഗം ഒരുങ്ങി. അയ്യോ, നേരെ പോണം, പല്ല് തേക്കണം, കുളിക്കണം, എന്നൊക്കെ ചെയ്യണം. അല്ല നീ പോകുന്നില്ലേ? ഞാൻ പൊക്കോളാം, നീ പോയി ആദ്യം ഒരുങ്ങി. അയ്യോ ഇനി കുളിക്കണം. ഓ ആദ്യം ഒന്ന് കുളിച്ച് റെഡിയായി. ഹായ്, ഈ ഉടുപ്പ് കൊള്ളാലോ. എടാ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോടാ? എടാ നിന്റെ ആദ്യത്തെ ജോലിയല്ലേ, ഞാനത് നീ പോയിട്ട് ഞാൻ പോവാന്ന് വിചാരിച്ച്. വാടാ, ഞാൻ പോയേക്കുവാ, ടാറ്റ. ശരി, ബൈ ബൈ. അയ്യോ ഇനി പോയേക്കാം, ജോലിക്ക് പോ. ഓട്ടോ കൊള്ളാം, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല, നന്നായിട്ട് ഓടിക്കാനും പറ്റുന്നുണ്ട്. വിക്കി, ടാറ്റ, ബൈ ബൈ, പിന്നെ കാണാം. എടാ ശരി, ഞാനും പോയേക്കുവാ, എനിക്കും ജോലിയുണ്ട്. എടാ എന്നാ ശരിയടാ, ഞാൻ പോയേക്കുവാ, ടാറ്റ. എന്റെ ദൈവം, എന്റെ ആദ്യത്തെ കസ്റ്റമർ ആരായിരിക്കുവോ? ഇതെന്താ? ദേ ഒരാള്. ചേട്ടാ ബ്രോ, എനിക്കൊന്ന് ഗ്രേവി യാർഡിലോട്ട് പോകണം, നീ കൊണ്ടുപോകുമോ? ഇല്ല ഏട്ടാ, ഞാൻ പകുതിക്ക് വെച്ച് വഴിയിട്ടിട്ട് പൊക്കോളാം. എടാ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകും, അപ്പോഴവൻ്റെ ഒരു തമാശ. നിനക്ക് എന്തുവാണ് ചെറുക്ക? ചേട്ടാ ചൂടാവല്ലേ, ഞാനൊരു തമാശ പറഞ്ഞതാ. നിന്റെ ഒരു തമാശ. എടാ അതേണ്ട ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ. ശരിയേട്ടാ, അതെ ഇവിടെ തന്നെ നിർത്തിയേക്കാം. മതി കേട്ടാ, അതേണ്ട ഇവിടെ നിർത്തിക്കോ. ശരി ചേട്ടാ. ചേട്ടാ പൈസ വന്നിട്ട് ഇറങ്ങിപ്പൊക്കെ. ഇയാളെന്നെ വഴിയിരിക്കുന്ന, എന്തേലും കാണിക്കട്ടെ. എടോ പൈസ വന്നിട്ട് ഇറങ്ങി പോടോ. എന്തേലും കാണിക്കട്ടെ, ഞാൻ പോയേക്കുവാ, ടാറ്റാ. എടോ വണ്ടിയിൽ ഇറങ്ങി പോടോ. ഇയാൾക്ക് എന്തുവാണ്? എന്നാലും പൈസ കിട്ടി, ഇനി അയാൾ എന്നെങ്കിലും കാണിക്കില്ല. അടുത്ത ആളെ നോക്കാം. ഞാനീ ഫോൺ വിളിക്കുന്നത്. ഹലോ, ഇതാരാ? ഹലോ, നിന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞാൻ ഈ വഴി കിടക്കുക. പിന്നെ ഒന്ന് പിക്ക് ചെയ്യാവോ? ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഞാൻ ഇപ്പൊ വരാം. എടേ ഞാൻ ചേച്ചിയൊന്നും അല്ലടേ, എനിക്കല്ലേ പ്രായം. ഇത് നല്ല ദൂരം ഉണ്ടല്ലോ. കുറച്ചും കൂടെ പോയാ മതി, അടുത്തെത്തിയെന്ന് തോന്നുന്നു. വളവ് കാണുന്നില്ലല്ലോ. വളവെത്തി. കുറച്ചും കൂടെ പോയാ മതി. കാണുന്നതാണോ അവള്? എടാ നിർത്ത്. അതെ, എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് എനിക്ക് പോവാനൊരു വഴിയില്ല. എന്നെ പീക്ക് വരെ ഒന്നാക്കണം. എന്റെ കാറിന് ശരിയാക്കണല്ലോ. കുഴപ്പമില്ല. നീ വന്ന് വണ്ടിയെ കയറും. നീന്നാ കോൾ മീ മേഡം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കും, അല്ലെങ്കിൽ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോരും. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ വണ്ടിയൊന്നും കിട്ടത്തില്ല. ഇവന്റെ വണ്ടി ഈ പാട്ടവണ്ടി തന്നെ അങ്ങ് പീക്ക് വരെ പോവാം. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല, നിനക്ക് ചിലപ്പോ തോന്നിയതാവും. അല്ല ഞാൻ എന്താ കേട്ട്. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് തോന്നിയതാവുന്നു. വൈദവി നിന്റെ പേരെന്നാ? അതൊന്നും നീ അറിയണ്ടില്ല. ഇവൻ ഭയങ്കര അഹങ്കാരിയാണോ? എന്തേലും നീ പറഞ്ഞായിരുന്നു? ഞാനൊന്നും പറഞ്ഞില്ല, നീ വണ്ടി ഓടിച്ചു. ചേട്ടാ ഈ പീക്ക് എന്താ എത്താത്ത? പീക്ക് എത്താറായി. അതെ എത്തിയല്ലോ. ഞാൻ ഈ തറവാട്ടിലെ രാജകുമാരിയാണ് കേട്ടോ. ഞാൻ അതിന് ഞാൻ വല്ലതും ചോദിച്ചായിരുന്നോടി? നീ എന്റെ ലക്കി കസ്റ്റമറാ, അതുകൊണ്ട് നീ 10 രൂപ കൂട്ടിത്താ. ഞാൻ ഇത്ര റിച്ച് ആയത് കാരണം ഇന്ന് ഞാൻ 50 രൂപ എക്സ്ട്രാ തന്നിട്ടുണ്ട്. താങ്ക് യു ബൈ. ഇനി അടുത്ത ട്രിപ്പ് നോക്കണം. ഇനി അടുത്തൊരു അപ്പാപ്പനാണല്ലോ. ഇനി റിവർ സൈഡ് വഴിയൊക്കെ പോകണം. ഞാൻ ഇപ്പൊ തന്നെ ക്ഷീണിച്ചു. അയ്യോ, റിവർ സൈഡ് എത്തിയല്ലോ. ഇവിടെ എങ്ങനെ നിർത്തണോ? വേണ്ട, ജോലി ആദ്യം. അയ്യോ, അതുമല്ല അപ്പാപ്പൻ ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഷിപ്പ് യാർഡിലായിരുന്നോ? വൈകിട്ടായി, ജോലി കഴിഞ്ഞ് വന്നതായിരിക്കും അപ്പൂപ്പൻ. നല്ല രസമാണല്ലോ. ഇതേ കളവൻ. ചേട്ടാ ഞാൻ ഇപ്പൊ കൊണ്ട് ഇറക്കാം. നീ എങ്ങോട്ടേ പോകുന്ന? വണ്ടി ഓടിക്കാന്ന് അറിയത്തില്ല. ഞാൻ മുന്നോട്ട് തന്നെയാ പോകുന്നത്. അപ്പൂപ്പന് കണ്ണും കണ്ടുപോളൂ, പിന്നെ ഓടിക്കറിയത്തില്ല. ഞാൻ എന്തേ പണിക്ക് കയറുന്നത്? അപ്പാപ്പൻ എന്തേലും പറഞ്ഞായിരുന്നോ? ഞാനെന്താ കേട്ട പോലെ. അതെ, ഒബ്സർവേറ്ററി എത്തി. പൈസ വന്നിട്ട് ഇറങ്ങി പോവാൻ നോക്ക്. അപ്പാപ്പ പൈസ പൈസ കിട്ടി. രാത്രി കഴിഞ്ഞ് വീട്ടിൽ പോവാം. രാത്രി ആയല്ലോ, മിക്കി വന്നു കാണുമോ എന്തോ.
ഏതായാലും ഇനി ഒരു വർക്കും കൊണ്ട് എടുത്തിട്ട് അങ്ങ് വീട്ടിൽ പോയേക്കാം. ഇത് ഫാക്ടറിയിലാണല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ഫാക്ടറി കാണാൻ പോകുന്നത്. ഏതായാലും പോയേക്കാം. അങ്ങനെ ഫാക്ടറി എത്തി. അയ്യോ, ഇതെന്നെ ഇയാള് വരാത്തത്. ഏതായാലും കുറെ നേരമായില്ലേ വണ്ടിയെ കയറാൻ തുടങ്ങിയിട്ട്. ഒന്ന് പുറത്തിറങ്ങി നിന്നേക്കാം. ആ വരുന്നുണ്ടല്ലോ. ആ ബ്രോ, സോറി ബ്രോ, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ താമസിച്ചു പോയി. അതൊന്നും കുഴപ്പമില്ല ബ്രോ, വെയിറ്റിംഗ് ചാർജ് മേടിച്ചോളാം. ആ ശരി ശരി ബ്രോ, എന്നാലും കെറേഷനിലോട്ട് വണ്ടി കിട്ടോ? ആ ശരിയടാ. ഒത്തിരി രാത്രിയായല്ലോ. ശരിയാ ശരിയാ, ഞാൻ രാവിലെ വർക്കിന് ഇറങ്ങിയത്. ഇന്ന് കുറെ വർക്ക് ഉണ്ടായിരുന്നു. ആ ബോസാണ് കുറെ വർക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഞാനും ഇങ്ങനെ തന്നെ രാവിലെ അങ്ങ് ഇറങ്ങിയിടാ. പക്ഷെ എനിക്ക് ബോസ് ഒന്നുമില്ല. നമ്മള് ഭയങ്കര കഷ്ടപ്പാടല്ലേ ബ്രോ. ദേ കെറേഷൻ എത്താറായടാ. ആ ബ്രോ, ദേ ആ കാണുന്ന എന്റെ വീട്, അതിന്റെ വാതിക്കലോട്ട് അങ്ങ് നിർത്തിക്കോ. ഓക്കേടാ. ഇതാണോടാ നിന്റെ വീട്? ആ ഇത് തന്നെ ബ്രോ, ഇവിടെ നിർത്തിക്കോ. ശരി എന്നാ ബ്രോ, പൈസ. ആടാ, താങ്ക് യു. ഞാൻ പോവുകയാണേ, ടാറ്റാ. എന്ത് നല്ല മനുഷ്യനവൻ. ഇനി ഒരു പണിയില്ല, നേരെ വീട്ടിൽ പോ. ആ നന്നായി കേപ്പ് ടൗൺ വഴി വന്നത്. നല്ല എളുപ്പമായിട്ടുണ്ട്. ഇത് ഒത്തിരി രാത്രിയായല്ലോ. വിക്കി ഏതായാലും വന്ന് കാണൂലോ. ഏതായാലും ഞാൻ ശരിക്കും ക്ഷീണിച്ച്. ഇനി 2 ദിവസം എനിക്ക് ലീവാ. ഏതായാലും എന്റെ കണക്കൂട്ടലൊന്നും തെറ്റിയില്ല. ദേ വിക്കി നിൽക്കുന്നു. എടാ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ആദ്യ ദിവസമൊക്കെ? ആദ്യം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് പറയാം. അതിനു മുമ്പ് നിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നടാ? അവിടെ എന്റെ വൈബായിരുന്നു. നിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഒന്നും പറയണ്ടാ, ഞാൻ അങ്ങ് ക്ഷീണിച്ചു പോയി. നീ വാടി, ഇന്ന് നമുക്ക് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാം. ഇല്ലടാ, എനിക്ക് നാളെ ജോലിയുണ്ട്. എനിക്ക് നാളെ വേഗം പോണം. നീ നാളെ പോകുന്നില്ലേ? ഇല്ലടാ, എനിക്ക് നാളെ 2 ദിവസത്തേക്ക് നീ ലീവ് ഉണ്ടാ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഞാൻ പോവാ. ആടാ, ടാറ്റ. ഏതായാലും ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പം എൻ്റെ കണ്ണാടി എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ കിടന്നുറങ്ങിയിട്ട് ടാറ്റാ. ഓക്കെ ബൈ.